എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സുഹൃത്ത് എന്റെ കൂടെ ഇപ്പൊ വർക്ക് ഇതിനകത്ത് ഈ ബേഡോരത്തിൽ അസോസിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പുള്ളിയുടെ വീട്ടിൽ ഞാൻ 3.5 മാസം മുൻപേ ചെല്ലുമ്പോ പുള്ളിയുടെ മമ്മി വൈപ്പിനിലുള്ളതാണ്. പ്രീതി മേഡത്തിനും ഷാജി സാറിനും ഒക്കെ അറിയാൻ കൃത്യമായിട്ട്. അപ്പൊ അനൂപിന്റെ മമ്മി ഇങ്ങനെ ഇരിക്കുന്നത്, സാരിയെ കൊടുത്ത് നല്ല റെഡിയായിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെ പോണോ എന്ന് ചോദിച്ചു. അപ്പം പിന്നെ കാലിന്റെ മുട്ട് ഭയങ്കര വേദനയാണ്. അതല്ല എനിക്ക് പ്രശ്നം. ഞാനിങ്ങനെ ഒരു ഓപ്പോസിറ്റ് ഒരു എൽ ടൈപ്പിലുള്ള പൊസിഷനിൽ ഇരിക്കണേ. അപ്പൊ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ പറ്റുന്നില്ല പുള്ളിക്കാരത്തേക്ക് നോക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെടലി വേദന കാരണം അനങ്ങാൻ വയ്യാതിരിക്കണേ. അപ്പൊ ഇത് ഈ മുട്ടുവേദനക്കും വേണം മരുന്ന്, ഇതിനും വേണം. അതിനും മരുന്നിന് പോകാൻ റെഡി ആക്കില്ല. പുള്ളിക്കാരത്തിനെ പതിയെ താങ്ങി പിടിച്ച് പൊക്കി പിടിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, താങ്ങി പിടിച്ചാൽ വണ്ടിക്കകത്ത് കയറ്റിയത്. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റും കൂടെ അങ്ങനെ ചെന്നിരിക്കണേ. ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അവര് ഹോസ്പിറ്റലിൽ പോകുമ്പോഴല്ലേ അവർ പോയിക്കോട്ടെ. നമുക്ക് അതിനെപ്പറ്റി ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെതിരായിട്ടൊന്നും പറയേണ്ട ഒരു കാര്യം ശരിയല്ലല്ലോ, പറയാനും പാടില്ല. നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത്, ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചവരും അറിവുള്ളവരും അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടവരും. അപ്പൊ ഞാൻ ഒന്നും വേണ്ടിയില്ല. ഇപ്പൊ പോകാനിരിക്കണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിപ്പോ പ്രൊഡക്റ്റ് കൊണ്ട് വന്നേക്കണ അനൂപിന് വേണ്ടിയിട്ട്. അപ്പൊ 16,500 ഒരു പ്രൊഡക്റ്റാണ്. അപ്പൊ കൊടുക്കാൻ ചെല്ലണം. അപ്പൊ ഓക്കെ റെഡി, വാങ്ങാൻ റെഡിയാണ്. ഞാൻ പറഞ്ഞു അമ്മച്ചിക്ക് ഇപ്പൊ പെടലി വേദന ഉണ്ടല്ലോ, മമ്മീനെ വിളിക്കുന്നത്, മമ്മിക്ക് പെടലി വേദന ഉണ്ടല്ലോ, മമ്മി എന്ത് ചെയ്യണം, ഇത് ആദ്യം ഒരെണ്ണം ഉപയോഗിക്കട്ടെ, അവർക്ക് ഒരെണ്ണം കൊടുക്കുക, ഒരെണ്ണം മമ്മി ഉപയോഗിച്ചു. ഇപ്പോഴും മമ്മി തന്നെ ഉപയോഗിക്കുന്ന ഒരെണ്ണം. അപ്പോ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിയെന്നും പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ച്. എന്റെ പേര് മരുന്നിന് പോവുകയും ചെയ്തു. ഞാനും പോയി പുറകെ. എന്റെ വീട്ടിൽ ഞാനും തിരിച്ചു പോയി. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അത്ര മൈൻഡ് ചെയ്തില്ല. ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലണം പിന്നെ. അപ്പൊ മമ്മിയോട് ഇങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മമ്മിയാണ് ആദ്യം വന്നത്. അപ്പൊ മമ്മി വന്നു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, മമ്മിയല്ല എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം മോനെ, സുഖാസ്ഥയെന്ന് പറഞ്ഞു. നമ്മുടെ അനുഭവത്തിന്റെ അപ്പുറത്ത് ഒരു ബോട്ട് യാർഡ് നടത്തുന്നവരെ ഭയങ്കര ബിസി പേഴ്സൺസ് ആണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് രണ്ടുപേർക്കും, ഭാര്യക്കും ഭർത്താവും, അനൂപിന്റെ ഭാര്യ എന്താണ് സന്ധ്യ. അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര തിരക്കുള്ളവരാ. ഒരു കടയുണ്ട് പുറകില്, ബോട്ട് യാർഡാണ്. ബോട്ട് യാർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് എല്ലാ ദിവസവും ഓരോ ബോട്ട് ക്യൂ നിന്ന് കയറ്റി പെയിന്റിങ്ങിനും അതിനും പാച്ച് വർക്കിനൊക്കെ ആയിട്ട് കയറുന്ന ഒരു ബിസിനസ് മൈൻഡും ആ തിരക്കുള്ളവരാണ്. അപ്പൊ അതിനോട് കൂടി ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ അത് മാനിച്ച് മേടിച്ചാണ്. അമ്മയ്ക്കും ഇവർക്കും ഉപയോഗിക്കാമല്ലോ എന്നുള്ള ധാരണയെല്ലാം മേടിച്ചത്. അപ്പൊ ഈ 5-ാമത്തെ ദിവസം ഞാൻ ചെല്ലുമ്പോഴില്ല, മമ്മിനെ കണ്ടു കഴിഞ്ഞപ്പോ മമ്മി എന്നോട് പറഞ്ഞേ, അകൃഷ്ണൻ അത് കൊണ്ടുവന്ന് തന്നത് നന്നായിട്ടാ, എന്റെ പെടലിക്ക് ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. ശരിക്കും അങ്ങോട്ട് തിരിച്ചിങ്ങനെ കാണിക്കുന്ന പെടലി, മറ്റേതാണല്ലേ പെടലി ഇങ്ങനെ തിരിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറയണം കോങ്കണ്ണിട്ട മാതിരി. അപ്പോ അത് കേട്ടപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. കൂടാതെ മുട്ടുകാലിന്റെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുട്ടുകാലിന്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടുകാലിന്റെ വേദന ഉണ്ട്, പക്ഷേ എനിക്ക് കുറവുണ്ട്, വളരെ കുറവുണ്ട്. അത് കൊടുത്തൊരു 10 ദിവസം, ഒരു 3 മാസത്തിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഞാൻ മിനിയാന്ന് ചെയ്യുന്നത് ഈ വോട്ടിന്റെ ദിവസം ഇന്നലെ ചെന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ചെന്നപ്പോ ഇല്ല, അവര് നമ്മളിൽ നിന്നുള്ള ചെറുപ്പക്കാർത്തിയായിട്ട് ഓടി നടന്ന പണി എടുക്കുന്ന അവിടെ വന്ന് ഞങ്ങൾ ഇവരുടെ ആകർഷിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരൻ. അപ്പൊ അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഫുൾ നോർമലാണ്. എല്ലാം പെടലി വേദന ഇല്ല, മുട്ടിന് കാലിന് വേദന ഇല്ല. ഇത് കൂടാതെ ഒരു റിസൾട്ട്, ഇത് കൂടാതെ വേറെ റിസൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഞാൻ സ്പീഡിൽ പറഞ്ഞു തീർക്കാം. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടല്ല, പക്ഷെ ഇപ്പൊ പുതിയ ആളൊന്നും കേട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമല്ല. ഈ മുട്ടുകാലിന് തന്നെ ഭയങ്കര പ്രശ്നമുണ്ട്. ഞാൻ എലമെന്റ്സിന്റെ DTC-ലുണ്ടായിരുന്നു. അപ്പൊ DTC ആ എലമെന്റ്സ് സെയിൽ ചെയ്യണതാണ്. അത് ഇതുവരെ ഒരു ഡയറക്ട് സെല്ലിംഗ് ആണ്. അത് ഞാനിപ്പോ ക്ലോസ് ചെയ്തിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇവർക്ക് ഞാൻ കൊടുത്തിരുന്നു. അപ്പൊ 3-4 മാസത്തോടെ ഇവർ എന്നെ വിളിക്കില്ലായിരുന്നു. കുഴപ്പമില്ല, അവർക്ക് മാറിയിട്ടുണ്ടാവും എന്നുള്ള എന്റെ ധാരണ മനസ്സിൽ. അപ്പോ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, അഗസ്റ്റിനെ എനിക്ക് ആ തന്നിരുന്ന സാധനങ്ങളെല്ലാം കൂടി വേണം കേട്ടോ എനിക്ക് തോന്നുന്നു. അപ്പൊ 2,000 രൂപ വരും അതിന്, ഞാൻ കൊടുക്കുന്നതിന്. 1 മാസത്തൊക്കെ ഉണ്ടാവുള്ളൂ ഈ സാധനം. ഹലോ, കേൾക്കാമല്ല? അപ്പൊ 2,000 വരും. അത് ക്ലോസ് ചെയ്തിട്ടാ. അപ്പൊ ഇവര് പറഞ്ഞു എനിക്ക് ആ മറ്റേ മെഡിസിൻ എല്ലാം വേണം കേട്ടോ, ഈ മരുന്നെല്ലാം വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെ വേണ്ട? അപ്പൊ 3 അത് 2,000 വരും. അപ്പൊ ഞാൻ പറഞ്ഞു ശരി വരാന്ന് പറഞ്ഞു. 2 ദിവസം കൊണ്ട് എനിക്കത് വാങ്ങാൻ പറ്റില്ല, ഞാൻ ഇത് വാങ്ങാതിരിക്കണായിരുന്നു. അപ്പൊ വാങ്ങാൻ പോകാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റ് കൊണ്ടാണ് നമ്മളെ ചെല്ലണേ, ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടി. അപ്പൊ ചെന്ന് കഴിഞ്ഞപ്പോഴും ഇവര് കണ്ടു കഴിഞ്ഞപ്പോ എന്തേ അത് കൊണ്ടുവന്നില്ലെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് കൊണ്ടുവന്നില്ല, അതിന് ഞാൻ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. അപ്പൊ ഇത് എന്താന്ന് ചോദിച്ചു. അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതല്ല എനിക്ക് വേണ്ട, അതാണ് വേണ്ടെന്നുള്ള, അവർക്ക് അത് മതി എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല, ഇതൊന്ന് ഒന്ന് കേൾക്ക്, നമുക്കത് പഠിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു കൊടുത്തതിനൊപ്പം കൊണ്ടില്ല ഇവർക്ക് റൂമിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റാനായിട്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അമ്മയാണ്.
അപ്പൊ വളരെ സ്നേഹം ഞാൻ പറഞ്ഞു വാ അമ്മച്ചിങ്ങൾ ചേച്ചികൾ വാ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ എന്റെ സോഫ്റ്റ്വെയറിൽ വന്നിരുന്നു. വന്നിരുന്ന് കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞേ, എന്നോട് സ്വകാര്യമായിട്ടാ പറഞ്ഞ, ഹസ്ബൻഡ് പോലും കേൾക്കാതെ, അഗസ്റ്റിൻ എനിക്ക് ഇനി മരിച്ചാ മതി, ഞാൻ അങ്ങനത്തെ ഒരു ട്രെൻഡിലാണ്. കാരണം വെച്ചാൽ എനിക്ക് അത്ര സഹിക്കാൻ അസഹനീയമായ വേദനയാണെന്നാ പറഞ്ഞു. ഞാൻ പറയും നോക്കാം നമുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്തു, ഇവർക്ക് ഒരെണ്ണം കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്റെ മനസ്സിൽ തീരുമാനം എടുത്ത് ഞാൻ. അന്ന് എനിക്ക് ഇതൊന്നും അറിയാൻ പാടില്ല, ഇതിനെപ്പറ്റി ഒന്നും അറിയാൻ പാടില്ല. എന്തായാലും ഞാൻ തീരുമാനിച്ചു. കൂടെയുള്ള കുറെ അറിവുള്ള ആളും കൂടിയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ തീരുമാനിച്ചിട്ട് ഞാൻ പറയുന്നതാണ് ഇങ്ങനെ കൊടുക്കാറ്. അപ്പൊ ഇങ്ങനെ ഈ അതിനകത്ത് തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ വാട്ടർ മാറ്റ് ഉണ്ടല്ലോ, റാപ്പ് ചെയ്യണം. അതെടുത്ത് ഞാൻ ഇവരുടെ കാല് ഞാൻ നോക്കിക്കണം, ഭയങ്കര സെല്ലിംഗ് ആയിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കണ ഈ മുട്ടുകാലി, ഇടത്തെ മുട്ടുകാലി. ഞാൻ വേഗം ഇത് ഈ സാധനം മുട്ടുകാലി താഴെ ഇങ്ങനെ വെച്ച് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തു വെറുതെ ദിവസമായിട്ട്. വണ്ടിയിൽ വെള്ളം ഉണ്ടായിരുന്നു, ഈ വെള്ളവും ഒരു ഗ്ലാസ് കൊടുത്ത്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് കൊടുത്ത്, അങ്ങനെ ഒരു 2.5 ഗ്ലാസ് വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചതിന് ശേഷം കുറഞ്ഞത് ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ 16,500 അതിന്റെ വില, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്റെ പൈസ ഇല്ല ഇപ്പൊ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതുപോലെ പൈസ ഇല്ലെങ്കിൽ തരില്ല, പക്ഷെ എന്റെ ബാങ്കിൽ കിടപ്പുണ്ട്, ഞാൻ നാളെ തന്നോളാം. പിറ്റേ ദിവസം തരുകയും ചെയ്തു എനിക്ക് സാധനം എടുത്തപ്പോ. അപ്പൊ ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ നടക്കുന്നു പറഞ്ഞു. നടക്കാൻ പറഞ്ഞപ്പോ ഇവര് പറയണേ, ഈ സ്ത്രീ പറയണേ, ഈ ലേഡി പറഞ്ഞേ, ചേച്ചി പറഞ്ഞേ, എനിക്ക് എന്തോ ഒരു സുഖം തോന്നുന്നുണ്ട്, വേദനക്കൊന്നും ഒരു കുറവില്ല, പക്ഷെ എനിക്കൊരു സുഖം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതാണ് ഇപ്പൊ നമ്മ അരമണിക്കൂറല്ലേ ആയിട്ടല്ലേ. ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ ഇവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് എടുക്കാൻ റെഡിയല്ലേ, നാളെ പൈസ എന്ന് വെച്ചാൽ എനിക്കെന്ന് പറഞ്ഞു. 12 മണിയാകുമ്പോൾ എനിക്ക് പൈസ തന്നെ, അത് പൈസ തരാന്നൊക്കെ സമ്മതിച്ച് ഞാൻ ബെഡ്റൂമിൽ ഞാൻ തന്നെ ഇവിടെ ഈ 2 എണ്ണം 16,500 പിരിച്ചിട്ട് കൊടുത്ത്. അപ്പൊ ഇവരുടെ ഹസ്ബൻഡ് ആന്റണി എന്ന് പറയാം, പുള്ളി ഹിന്ദിക്കാരനാണ്. അപ്പൊ ഹിന്ദി എന്നോട് ചന്ദ്രനെ ഹിന്ദി പറയുള്ളൂ. ഇപ്പൊ അയാൾക്ക് മലയാളം ശരിക്കും അറിയാമല്ലോ, മനസ്സിലാവും, തിരിച്ചു പറയാൻ ബുദ്ധിമുട്ടാ. അപ്പൊ പുള്ളി ഇത് ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ എല്ലാം വിരിച്ചാൽ ഇട്ട് കൊടുത്ത് 2 പേർക്കും ഇട്ട്, ഇന്ന് ഇവിടെ കിടന്നോട്ടെ, ഈ കുപ്പിയിലത്തെ വെള്ളം നിങ്ങൾ യൂസ് ചെയ്തോളണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു 8-8:30 മണിയാകുമ്പോൾ ഞങ്ങൾ തിരിച്ചിട്ട് പോകുന്നു. ഞാൻ നാളെ കൊണ്ടൊരു കുപ്പിയും തരാം, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. ഇവര് ഞങ്ങൾ ഇങ്ങോട്ട് പോരുകയും ചെയ്ത്. കുറച്ച് കഴിഞ്ഞ് ഒരു രാവിലെ ആയപ്പോ ഒരു 7:30 മണിയായപ്പോ എന്നെ വിളിച്ചേക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പ്രത്യേക ഒരു കാര്യം പറഞ്ഞിരുന്നില്ല, ഇതിന് നമുക്ക് എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടാവുമോ ഇല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തില്ല, ശരിക്കും മറന്നുപോയി ഈ ഇതിന്റെ സംസാരത്തിനിടയിൽ കൂടി. അപ്പൊ ഇവരെന്നോട് വിളിച്ചിട്ടും പറയണേ, 7:30 മണിയായപ്പോൾ വിളിച്ചാൽ പറയും എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ആന്റണി സാധാരണ, അപ്പൊ അതിനോടൊന്നും പറഞ്ഞിട്ടില്ല, 3:30 മണി കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാറേ ഇല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ ആളെ ഞാൻ 6:30 മണിയായപ്പോഴേക്കാണ് വിളിച്ചിട്ട് എഴുതേറ്റെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ ഉറങ്ങാത്ത ആള് സുഖമായിട്ട് 6:30 മണി വരെയും കിടന്ന് ഉറങ്ങിയിട്ട് 6:30 മണിയായപ്പോൾ എഴുന്നേറ്റെന്ന് പറഞ്ഞു, വിളിച്ചെഴുതേപ്പിച്ചെന്ന്. അപ്പൊ അത് കഴിഞ്ഞല്ലോ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസം, കുറഞ്ഞ ഒരു 10 ദിവസം 15 ദിവസം കൂടുമ്പോൾ ഞാൻ പോകുമായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ കാലിന് ഡോക്ടർ അതിന് മുമ്പ് എന്നോട് പറഞ്ഞ്, ഡോക്ടർ ഇങ്ങനെ കൊണ്ടുപോയിട്ട് മരുന്നൊക്കെ കാണിച്ചിട്ട് ഓപ്പറേഷൻ തീരുമാനിച്ചേക്കുന്ന ഇനി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് ബാക്കി കാര്യങ്ങൾ ചെയ്ത് മരുന്ന് തന്നിട്ട് ഓപ്പറേഷൻ ഡേറ്റ് തീരുമാനിക്കാന്ന് പറഞ്ഞു. ഞാൻ അതിനും ഒന്നും മറുപടി പറഞ്ഞില്ല, കാരണം അവർ ഒന്നും പറയാൻ പറ്റില്ല നമുക്ക്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, 10 അല്ല ഒരു 7-8 ദിവസം മുമ്പ് വളരെ സുഖമായിട്ട് നടക്കുന്നു എന്ന് മാത്രമല്ല, ഒരു 3/4 കിലോമീറ്ററാണ് ചർച്ച് അവരുടെ പള്ളിയുള്ളത്. അവിടെ നടന്നു പോയി കുർബാനയും കണ്ടിട്ട് വരും സ്വന്തമായിട്ട്, ഒരാളുടെയും എന്ത് വേണം. അതിനിടയ്ക്ക് കുറച്ച് ദിവസം വണ്ടിക്ക് കൊണ്ടുപോയി, ബൈക്കിന് കൊണ്ടുപോയി, ഓട്ടോറിക്ഷ കൊണ്ടുപോയി. ഇപ്പൊ സുഖമായിട്ട് സ്വന്തമായിട്ട് നടന്നു പോയിട്ട് ഞാൻ ചെല്ലുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ല, എന്താണെന്ന് നമുക്ക് പറയാം. ചെല്ലുമ്പോൾ ചായ വേണം, ചോറ് വേണം, എന്താണ് തരാൻ റെഡിയാണ് അവര്. ഇത്രയും നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഈ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് എന്റെ ഏറ്റവും മെയിൻ. അത് ഞാൻ ഇത് ബിസിനസ്സിലേക്ക് വരാണ്ട് എന്നെ ശരിക്കും പറഞ്ഞ പ്രേരിപ്പിച്ചൊരു റിസൾട്ട്. അത് ഭയങ്കര റിസൾട്ടാണ്. ഇപ്പോഴും അവർ വളരെ സുഖമായിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, ഡോക്ടറെ പോയി കാണാൻ പോലും പോയിട്ടില്ല. ഓക്കെ, താങ്ക് യു. എന്റെ 2 റിസൾട്ടുകളുള്ള. ഓക്കെ സർ, താങ്ക് യു. കുറെ നമുക്ക് റിസൾട്ട് പറയാൻ തുടങ്ങിയാൽ നിർത്താൻ തോന്നില്ല അല്ലേ, അത്രത്തോളം റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾക്ക് തന്നെ വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ റിസൾട്ട് പറയാനുണ്ടാവും, കൊടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ. നമ്മുടെ റിസൾട്ട് ഇഷ്ടം പോലെ കിട്ടും. അപ്പൊ അത്രയും ഇത്രയും എടുത്തത് ആരാണ്, പറഞ്ഞോളൂ. ആരെങ്കിലും പറഞ്ഞോ? നമസ്കാരം മാഡം. ഓക്കെ, പറഞ്ഞോളൂ. എന്റെ പേര് ഇതിനകത്ത് 1-2 പേര് മൈക്ക് ഓഫ് ചെയ്യാണ്ട് വയ്ക്കുന്നുണ്ട്. ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്, ഇടക്കിടക്ക് അത് മ്യൂട്ട് ആക്കുന്നുണ്ട്, പക്ഷെ വീണ്ടും അൺമ്യൂട്ട് ചെയ്യുന്നു. ചില ആൾക്കാർ വീണ്ടും അൺമ്യൂട്ട് ചെയ്യണ്ട, അവർക്കത് അറിയാത്തതുകൊണ്ടാണോ തോന്നുന്നു, അതോ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ടാണോ തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. എന്റെ പേര് തമ്പി, വീട് പെരുമ്പാവൂരാണ്. ഞാൻ ഏകദേശം 2 വർഷത്തിന് മുകളിലായി ഞാൻ ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഒരു 25 വർഷമായിട്ട് ഇൻഷുറൻസ് അഡ്വൈസറാണ്. ഞാനിപ്പോൾ ഇൻഷുറൻസ് അഡ്വൈസറിനേക്കാൾ കൂടുതൽ ഞാനിപ്പോൾ സ്നേഹിക്കുന്നതും
പ്രവർത്തിക്കുന്നതും ഈ ബൈറ്റോറിയത്തിലാണ്. കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ കിട്ടിയ റിസൾട്ടാണ് എന്നെ ഇതിനകത്തേക്ക് കൂടുതൽ അടുപ്പിച്ചത്. എൻ്റെ അമ്മയ്ക്ക് ഞാൻ റിസൾട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് 55 വർഷം മുമ്പ് ഇടിവിട്ട് പറ്റിയതാണ്. അതിനുശേഷം അമ്മയ്ക്ക് ഓർക്കക്കുറവുണ്ടായിരുന്നു, അമ്മയ്ക്ക് മേലുവേദന ഉണ്ടായിരുന്നു, ദേഹം ഇടിച്ച് നുറുക്കിയ മാതിരിയുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭയങ്കര വേദനയായിരുന്നു. ഞാൻ എന്നും ഗുളിക വാങ്ങിച്ചുകൊണ്ട് കൊടുത്തോണ്ടിരുന്ന് ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരൻ മെഡിക്കൽ സ്റ്റോറിലെ ആള് പറഞ്ഞു, ഇത് നീ സ്ഥിരം വാങ്ങിച്ച് കൊടുക്കല്ലേ, വേറെ ഭവിഷ്യത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ചില അമ്മയ്ക്ക് ഗുളികയുടെ എണ്ണം കണ്ടാൽ മതി സന്തോഷമാവും. അങ്ങനെ വീര്യം കുറഞ്ഞ ഗുളികളൊക്കെ കൊടുത്ത് ഉറക്കക്കുറവ് എന്നാലും ഒരുറക്കം കിട്ടുക മാത്രമേ ഉള്ളൂ. ഇത് കൊടുത്ത് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അമ്മയ്ക്ക് നല്ല ഉറക്കവും കിട്ടി, മേലുവേദനയും മാറി. മകന് കൂർക്കമ്പലിയുടെ വിഷയം ഉണ്ടായിരുന്നു, അവന് കൂർക്കമ്പലി മാറി. എനിക്ക് നിരവധി പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്ക് യൂറിക് ആസിഡിന്റെ വിഷയം ഉണ്ടായിരുന്നു, എൻ്റെ ഇടത്തേക്കാലിന്റെ മുട്ട് വളയിലായിരുന്നു. ഇപ്പൊ അത് സുഖമായിട്ട് വന്നു. പിന്നെ കാല് പൊട്ടി ഒലിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. വെരിക്കോസ് വെയിൻ അല്ല, രക്തദൂഷ്യം എന്താണെന്നുള്ളതാണ്. ഏകദേശം 2 കൊല്ലമായിട്ട് അതില്ല. അങ്ങനെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനിതൊരു ചാരിറ്റി പോലെ, കാരണം ഇത് നമ്മുടെ കയ്യിൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളൊരു പ്രോഡക്റ്റ് വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന 142 പേരിൽ ഇത് ഉപയോഗിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടും. പക്ഷെ അവർ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം ഇതിനകത്ത് വന്ന് നമുക്ക് കിട്ടിയ റിസൾട്ട് പറയുക, കാരണം വീഡിയോ ഓൺ ചെയ്യണമെന്ന് നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇതിനകത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന വെൽനസ് അഡ്വൈസർമാരായിട്ട് നമ്മൾ മാറണം. 142 പേരും ഇനി ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും നാളേക്ക് ഇതൊരു ചാരിറ്റി ആയിട്ട് ഈ ലോകം മുഴുവൻ സുഖം വരാനായിട്ടുള്ള ഒരു പാട്ടുണ്ട്. ലോകം മുഴുവൻ സുഖം വരാനായിട്ടൊരു പാട്ട് പാടിയേക്കണത് ഈ ബൈറ്റോറിയത്തിന് ഉദ്ദേശിച്ചിട്ടാണ്. കാരണം ഈ ബൈറ്റോറിയാണ് ലോകത്തിന് സുഖം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന പ്രോഡക്റ്റ്. അതിനകത്ത് കൂടാണ്ട് തന്നെ മോർ പവർ ഒക്കെ അമേസിങ് റിസൾട്ടാണ് എനിക്ക് തന്നേക്കണത്. അതുപോലെ തന്നെ ഞാൻ മോർ പവർ വളരെ നന്നായിട്ട് കൊടുക്കുന്ന ഒരാളാണ്. അൾട്രാബെറി ജ്യൂസ് അതിനേക്കാൾ വണ്ടർഫുൾ ആണ്. അങ്ങനെ നമുക്ക് ഇതിനകത്ത് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് അഡ്വൈസർ, അതേപോലെ തന്നെ നമ്മളൊക്കെ ഒരു വെൽനസ് കോച്ചാ. നമുക്ക് ഡോക്ടർമാർക്ക് ഞാൻ ഏകദേശം 10ഓളം ഡോക്ടർമാർക്ക് പ്രൊഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്കറിയാവുന്ന അറിവ് അവർക്കില്ല ഈ കാര്യത്തെക്കുറിച്ച്. ഞാൻ അങ്ങനെ ലിവർ സിറോസിസ് മാറിയ ആളുടെ റിസൾട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഒരു ദിവസം പറഞ്ഞാൽ എനിക്ക് തീരില്ല, കാരണം അതിന് മാത്രം എനിക്ക് റിസൾട്ടുകൾ കൊടുത്തേക്കണവർക്കുണ്ട്. പക്ഷെ സ്വന്തം റിസൾട്ടുകൾ പറഞ്ഞു മറ്റുള്ളവർ പറയാനിട്ട് പ്രേരിപ്പിച്ച് ഇതിനകത്തേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രസ്ഥാനം ഇത് വളരെ നല്ല രീതിയിൽ മുൻപോട്ട് പോകും. പക്ഷെ അതിന് ആളുകൾ അതിന് അർഹിക്കുന്ന രീതിയിൽ അത് എടുക്കുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. സംസാരിക്കാൻ ഇഷ്ടം പോലെ റിസൾട്ടുകളുണ്ട്, പക്ഷെ പലരും മാറി നിൽക്കണം എന്താണെന്ന് എനിക്കറിയില്ല. എല്ലാവരും എത്രയും സ്പീഡിൽ വന്ന് റിസൾട്ടുകളൊക്കെ പറയുക. അങ്ങനെ നമ്മുടെ പേടി മാറ്റിയെടുക്കുക. ഒരു പേടി മാറ്റായി എടുക്കാനുള്ള ഒരു അവസരം കൂടി തന്നെയാണ് ഈ സൂം മീറ്റിംഗ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഈ ബൈറ്റോറിയം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു. സാറ് കുറെ റിസൾട്ടുകൾ പങ്കുവച്ചു അല്ലേ? നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട് നമ്മൾ സാറ് പറയുന്നത് പോലെ പറയാതിരിക്കരുത്, നമ്മൾ പറയാൻ മടി കാണിക്കരുത്. നമ്മൾ ചെയ്യുന്നത് ഇത് നല്ലൊരു പുണ്യകർമ്മമാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് നമ്മളുടെ റിസൾട്ടുകൾ. അപ്പൊ എല്ലാവരും അത് പങ്കുവയ്ക്കുക. സാർ പറഞ്ഞതുപോലെ നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മുടെ ഈ ഒരു മേഖല എന്ന് പറയുന്നത് നമ്മളെ ആരോഗ്യം, സമ്പത്തും ഹാപ്പിനെസ്സും മാത്രമല്ല, നമ്മുടെ ടോട്ടലി ചേഞ്ച് ആക്കുന്നതാണ്. നമ്മളെ സംസാരിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, തീരെ സംസാരിക്കാത്ത ആളുകളൊക്കെ ഇതിനകത്തേക്ക് വന്നാൽ നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. അതിന് കിട്ടുന്ന ഒരു ചാൻസ് കൂടെയാണ് ഇത്. ഇവിടെ നമ്മളെ വീട്ടിൽ നിന്ന് ആ ഒരു മൈക്കൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് പറയാന്നുള്ളതേ ഉള്ളൂ. വീഡിയോ ഓൺ ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്ക് കിട്ടിയ റിസൾട്ട് സത്യസന്ധമായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നല്ല നല്ല റിസൾട്ടുകളാണ് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത്. ആർക്കും ഇത് കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന ആർക്കും റിസൾട്ട് ഇല്ലാതിരിക്കില്ല, ഉറപ്പാണ്. നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുക. പറഞ്ഞതുപോലെ കയ്യിൽ കെട്ടാനും വെള്ളം കുടിക്കാനും കിടന്നുറങ്ങാനും നമ്മൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. നമ്മൾ കൊടുക്കുന്ന ആളുകളെയും നമ്മൾ അത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് അത് ചെയ്യിപ്പിക്കുക. എന്നെങ്കിലേ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. നമ്മൾ കൊടുത്ത ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊടുത്തു പോരുക എന്നുള്ളതല്ല, അവരെ ഉപയോഗിപ്പിക്കുകയാണ്. തുടക്കത്തിൽ അവർക്കും അത്രയ്ക്ക് സീരിയസ് ഉണ്ടാവില്ല, പക്ഷെ അവരെ റിസൾട്ടിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കറക്റ്റായിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സർ. ഇനി ആരാണ് വേഗം നമുക്ക് 9:30 വരെ, ഇന്ന് 9 മണി എന്നുള്ളത് 9:30 വരെ നമ്മുടെ റിസൾട്ടിന്റെ ഷെയറിംഗ് ആയതുകൊണ്ട് 9:30 വരെ ആക്കിയിട്ടുണ്ട്. അപ്പൊ കുറച്ച് സമയം കൂടെ ഉണ്ട്, ഒരു 10 മിനിറ്റും കൂടിയേ ഉള്ളൂ. അതിൽ ആർക്കൊക്കെ പറയാൻ പറ്റുന്നോ അവരൊക്കെ കടന്നു വരിക. ഞാൻ തൊടുപുഴയിൽ നിന്ന് രാധാമണിയാണ്. ലയൺസ് ബിസിനസ് ഗ്രൂപ്പിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം
സാറാണ് എൻ്റെ ലീഡർ ഇപ്പോൾ സംസാരിച്ചത്. ഞാനൊരു മെയ് മാസത്തില് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് എനിക്ക് തൈറോയിഡ്, അതുപോലെ പ്രഷറ്, നടുവേദന, പുറം വേദന, കൈ ഇങ്ങനെ പിന്നെ സാരിക്ക് പിന്നു കുത്താൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നാൾ ചുരിദാറാണ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഞാൻ സ്ഥിരം സാരി എടുക്കണം. കൈയെല്ലാം ഓക്കെ ആയി. അതുപോലെ നടുവേദനയും പുറം ഇങ്ങനെ ഭയങ്കര വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലത്തെ വേദനയായിരുന്നു. കുറേ നേരം ഇരുന്ന് കഴിയുമ്പം ഞാൻ പോയി കിടക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ പ്രശ്നമൊക്കെ മാറി. തൈറോയിഡിൻ്റെ ഗുളിക ഇപ്പോൾ കഴിക്കുന്നില്ല. ഗുളിക കഴിച്ചത് എൻ്റെ തൊണ്ട ഇങ്ങനെ പഴുത്തിരിക്കും പോലെയായിരുന്നു. ഇപ്പം നമ്മുടെ ഈ വെള്ളം ഉപയോഗിക്കാതെ പിന്നെ തൊണ്ട ഓക്കെ ആയി. അതുപോലെ പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഞാൻ ചിക്കൻ കഴിക്കലായിരുന്നു, പേടിയായിരുന്നു. ഇപ്പം അതെല്ലാം മാറി. ഞാൻ ഇപ്പോൾ ഇഷ്ടം പോലെ ചിക്കൻ വറുത്തതും കറി വെച്ചും ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ പ്രഷർ ഒരു പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും ഗുളിക കഴിക്കുന്നുണ്ടോ. അപ്പം മോള് പറഞ്ഞു അമ്മ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു, ഇപ്പം കഴിച്ച് കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തപ്പം പ്രഷർ നോർമലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് അമ്മ ഗുളിക കഴിക്കുന്നതിലും പ്രഷർ നോർമലാണല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച മോൻ്റെ കൊച്ച് 10 വയസ്സുള്ളതാണ്. അപ്പോൾ ഈ ബാലസഭയിൽ അവർ മത്സരത്തിന് പോയി, അയൽവക്കത്തെ പിള്ളേരൊക്കെ കൂടെ. അപ്പോൾ വേറൊരു ലേഡി ഓട്ടോ വിളിച്ച പിള്ളേരെ കൊണ്ട്, ഞങ്ങളാരും പോയില്ല. മോൻ തിരിച്ചു വന്നപ്പം ഞാൻ ചോദിച്ചു മോനെ പ്രൈസ് കിട്ടിയില്ലേ. അമ്മ പ്രൈസൊക്കെ കിട്ടിയെന്നും പറഞ്ഞു 3 പേന എടുത്ത് തന്നെ കാണിച്ചു. എന്നുവെച്ചാൽ ഇവനൊരൊറ്റ കരച്ചിൽ. എന്താ മോനേന്ന് ചോദിച്ചപ്പം പറഞ്ഞു അമ്മ ആ ഏഞ്ചലും തുമ്പിയും കൂടെ കൂടി എൻ്റെ അയൽവക്കത്തെ പിള്ളേർ ഒരാൾ എൻ്റെ തലയെ പിടിച്ചു നോക്കി, ഒരാൾ എൻ്റെ കാലെ പിടിച്ചു നോക്കി. തലയെ പിടിച്ച് ഏഞ്ചലിൻ്റെ കയ്യിൽ നിന്ന് അവൻ്റെ കൈ വിട്ടിട്ട് ഡെസ്കെ തലയടിച്ചു. അപ്പോൾ എന്നോട് അയൽവക്കത്തെ ചേച്ചിമാർ പറഞ്ഞു വേഗം ഡോക്ടറെ കൊണ്ട് കാണിക്കുക, തലയല്ലേ അടിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എൻ്റെ കയ്യിൽ അതിനുള്ള മരുന്നുണ്ടെന്നും പറഞ്ഞ് ഞാൻ ആ മൈഗ്രീന് കിട്ടുന്ന വാൻ്റെ അവൻ്റെ തലയുടെ പുറകെ കെട്ടിക്കൊടുത്ത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊച്ച് അമ്മ വേദന പോയെന്നും പറഞ്ഞ് അവൻ അതഴിച്ചെൻ്റെ തന്നു. പിന്നെ എൻ്റെ വീട്ടിലൊരു ഡോഗുണ്ടായിരുന്നു, അതിൻ്റെ കൈ ഇങ്ങനെ പഴുത്ത് വ്രണമായിട്ട്. അപ്പം മോളിങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് സ്പ്രേ മേടിച്ചുകൊണ്ട് വന്ന് അടിക്കുമായിരുന്നു. എന്നിട്ട് ഇവർ ജോലിക്ക് പോകും. ഞാൻ തന്നെ ഈ വെള്ളം കൊണ്ട് അവൻ്റെ കാലയിൽ ഒഴിച്ച് അങ്ങനെ പല പ്രാവശ്യം ഒഴിച്ചപ്പം റോസപ്പൂ പോലെ ഇരുന്ന കാല് ചുങ്ങി മിടുക്കനായി. അതുപോലെ അയൽവക്കത്തെ ഒരാട് രാത്രി മുഴുവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അത് പ്രഗ്നൻ്റ് ആണെന്ന് എന്നോട് അവിടുത്തെ വീട്ടുകാരി പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഈ വെള്ളം അതിന് പലവട്ടം കൊടുത്തു കഴിഞ്ഞപ്പം അത് ഓക്കെ ആയി. അങ്ങനെ 100 റിസൾട്ട് എനിക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ 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 മേഡം, എത്ര റിസൾട്ടുകളാണല്ലേ. പറയാൻ തുടങ്ങിയാൽ ഇഷ്ടംപോലെ റിസൾട്ടുകൾ. പ്രഷറും ഷുഗറും തൈറോയിഡും നമ്മുടെ ജീവിത ശൈലി രോഗങ്ങളിൽ എല്ലാവർക്കും ഇപ്പോൾ ഉള്ളൊരു കാര്യമാണ്. ഈ ഒരു പ്രഷറും ഷുഗറും ഒക്കെ ഇല്ലാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷെ അത് ജീവിതകാലം മുഴുവനാണ് നമ്മൾ ആ ഒരു മെഡിസിൻസ് യൂസ് ചെയ്യേണ്ടത് അല്ലെ. ഇൻസുലിനും ആ ഒരു ഇൻസുലിനൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾക്ക് അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഭാവിയിലേക്ക് അറിയാം. തുടർച്ചയായിട്ട് ഇൻസുലിനൊക്കെ അടിക്കുന്ന ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം അവർക്ക് സ്കിന്നിന്, കിഡ്നിക്ക്, കണ്ണിന്, അങ്ങനെ ഓരോ ബ്ലഡ് സർക്കുലേഷൻ കുറയുക, മുറിവ് പറ്റിയാൽ കാല് മുറിക്കേണ്ട അവസ്ഥ, അതിലേക്കൊക്കെ നമ്മുടെ ഒരു സൈലന്റ് കില്ലർ എന്ന് തന്നെ പറയാം ഈ ഒരു ഷുഗറിനെ. പക്ഷെ നമ്മൾ ആരും ഉള്ള ആളുകളൊന്നും അതത്ര സീരിയസ് ആയിട്ട് ചിന്തിക്കുന്നില്ല. ആ ഒരു മരുന്ന് കഴിച്ച് അങ്ങനെ ഷുഗറിന് ഇൻസുലിൻ ഉണ്ട് അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ട് എന്നുള്ള ചിന്തയിൽ അങ്ങനെ പോവാണ്. പക്ഷെ എത്രത്തോളം ഡേഞ്ചർ ആണ് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, അത് ജീവിതകാലം മുഴുവൻ കുടിക്കേണ്ട ഗുളികകളാണ് ഈ ഒരു പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും എന്നൊക്കെ പറഞ്ഞാലേ നമ്മളോട് ഡോക്ടേഴ്സ് പറയാം ജീവിതകാലം മുഴുവൻ അതിന് മെഡിസിൻസ് കഴിക്കുക എന്നുള്ള ഒരു ഉപാധിയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു 2-3 മാസം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ മെഡിസിൻസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റുക. കാരണം എന്താണ്, നമ്മുടെ ഓരോ അവയവങ്ങളും കറക്റ്റ് ആയിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് വരികയാണ്.
ആ ഒരു പ്രവർത്തനം കറക്റ്റ് ആയാൽ നമ്മളുടെ എന്തൊക്കെ ഇഷ്യൂസ് ആയിക്കോട്ടെ ബോഡിയിലുള്ളത് അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ലഭിക്കുകയാണ് നമ്മൾക്ക്. പിന്നെ നമ്മളെ വീട്ടിൽ മക്കളുള്ളത് ഇടക്കിടക്കൊക്കെ ഓടി കളിക്കുമ്പോൾ വീഴും, അതിന് നല്ല റിസൾട്ടാണ് നമ്മുടെ റെസ്റ്റ് ബാൻഡ് കെട്ടിക്കൊടുക്കുക എന്നുള്ളത്. അതും മേഡം പറഞ്ഞ ആ ഒരു റിസൾട്ടും. പിന്നെ നമ്മളെ പ്രൊഡക്റ്റ് മനുഷ്യർക്ക് മാത്രമല്ല അല്ലെ, നമ്മളത് ഓരോ ആളുകളിൽ നിന്ന് കേൾക്കുന്നതാണ്. നമ്മുടെ മൃഗങ്ങൾക്കായിക്കോട്ടെ, നമ്മുടെ പെറ്റ് വീട്ടിലൊക്കെ ഓരോരോ പെറ്റ് ഉണ്ടാവും, മൃഗങ്ങൾ ഉണ്ടാവും, അവർക്കൊക്കെ പല പ്രോബ്ലംസ് വന്നിട്ട് ഈ ഒരു പ്രൊഡക്റ്റിലൂടെ, ഈ ഒരു വെള്ളം ഉപയോഗിച്ച് കൊടുത്തതിലൂടെയൊക്കെ റിസൾട്ട് നമ്മൾ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു ആടിന്റെ ഒരു ബുദ്ധിമുട്ടില്ലേ, അത് പോലും നമ്മുടെ വെള്ളത്തിന്റെ ഉപയോഗത്തിലൂടെ അത് മാറി കിട്ടി എന്നുള്ളത്. നമ്മൾക്ക് എന്തൊക്കെ റിസൾട്ടുകളാണ് ചെടികൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു ചെടി നല്ല രീതിയിൽ മാറുന്നത് കാണാം. ഒരു ഓക്സിജൻ അടങ്ങിയ വെള്ളം നല്ല രീതിയിൽ അതിനെ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത് കാരണം ഏതൊരു കാര്യങ്ങൾക്കായിക്കോട്ടെ നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റ് അമേസിങ് റിസൾട്ട് ആണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മളെ ടൈം 9:25 ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ വേഗം വന്ന് പറഞ്ഞോളൂ കേട്ടോ. 9:30 നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് റിസൾട്ടുകൾ മാത്രമാണ്, അതുകൊണ്ട് വേഗം ആരെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾക്ക് വൈൻഡപ്പിലേക്ക് പോവാം. ആരെങ്കിലും ഉണ്ടോ? വേഗം വന്ന് പറഞ്ഞോളൂ. ഒരു റിസൾട്ടും കൂടെ പറയാം. എൻ്റെ മകൻ്റെ ഭാര്യ, അവള് മൈഗ്രെയിൻ ആയിട്ട് 500 പാരസെറ്റമോൾ കഴിച്ചുകൊണ്ടിരുന്നായിരുന്നു. ഒരു ദിവസം എന്നോട് ചോദിച്ചു, അമ്മ പാരസെറ്റമോൾ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ബാൻഡൊന്ന് നിന്നെ തലയെ കെട്ടി വെച്ചുകൊണ്ട് കിടക്കുമെന്ന് പറഞ്ഞു. ഇപ്പം ഒരു 2-3 മാസമായി അത് ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ അവള് പിന്നെ തലവേദനയുടെ കാര്യം മിണ്ടുന്നേ ഇല്ല. അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റാണ് നമ്മള്. ഓക്കെ മേഡം, ഒരു മൈഗ്രെയിന്റെ നല്ല റിസൾട്ടാണ്, അമേസിങ് റിസൾട്ടാണ് മൈഗ്രെയിന്. പല ആളുകൾക്കും കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു മൈഗ്രെയിന്റെ. എൻ്റെ വീട്ടിലും കിട്ടിയിട്ടുണ്ട്, മോൾക്കും ഹസ്ബൻഡിനും ഉള്ള ഒരു പ്രോബ്ലം ആയിരുന്നു മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ. അവർക്കറിയാം, അത് അനുഭവിക്കുന്ന ആളുകൾക്കറിയാം, കണ്ടിട്ടുള്ള നമ്മൾക്ക് അറിയാൻ പറ്റും. ആ ഒരു എന്താണ്, ആള് കൂടുന്നിടത്തും യാത്രകളും ഒന്നും അവർ ഒഴിവാക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു മൈഗ്രെയിന്റെ സമയത്ത്. പക്ഷെ ഇത് ഇപ്പോൾ അതൊന്നുമില്ല. എന്ത് വേണമെങ്കിലും, ഏത് ഫംഗ്ഷന് വേണമെങ്കിൽ പങ്കെടുക്കാം, എത്ര യാത്രകൾ വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞു വന്നാൽ അവര് തലയ്ക്ക് വരിഞ്ഞു മുറുക്കി, ഒരു തുണി വരിഞ്ഞു മുറുക്കി കെട്ടി അകത്ത് എന്താ പറയാ, ലൈറ്റും ശബ്ദവും ഒന്നും കേൾക്കാതെ അടച്ചിട്ട് കിടക്കുന്ന അവസ്ഥയും, വമിറ്റ് ചെയ്യുന്ന അവസ്ഥയും, പെയിൻ കില്ലർ എടുത്ത് കഴിക്കുന്ന അവസ്ഥയും ഒക്കെ ആയിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. നമ്മളെ വീട്ടിലൊരു സന്തോഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്കെ, എന്നാൽ ഇന്നത്തെ നമ്മുടെ റിസൾട്ട്, ഇനിയും ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും റിസൾട്ട് പറയാൻ. എല്ലാവർക്കും റിസൾട്ട് കിട്ടിയതാണ്. ഇനിയും നമ്മൾക്ക് ചാൻസ് ഉണ്ട്. എല്ലാ ആഴ്ചയിലും 8 മണിക്ക്, ബുധനാഴ്ച 8 മണിക്ക് ഉണ്ട്, അതേപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ഉണ്ട് നമുക്ക് റിസൾട്ടുകൾ ഷെയർ ചെയ്യാനുള്ള അവസരം. നമ്മളെല്ലാവരും ഷെയർ ചെയ്യണം നമ്മളുടെ റിസൾട്ടുകൾ. മറ്റുള്ളവർക്കൊരു എന്താ പറയാ, ഒരു അറിവായിരിക്കാം നമ്മളുടെ ഓരോ റിസൾട്ടുകളും. അപ്പൊ ഇന്ന് റിസൾട്ട് പങ്കുവെച്ചിട്ടുള്ള എല്ലാവർക്കും ഞാൻ അമേസിങ് റിസൾട്ടുകളാണ് ഇന്ന് ഓരോ ആളുകളും പങ്കുവെച്ചിട്ടുള്ളത്. ഇത് ഇന്ന് പുതിയതായിട്ട് കടന്നു വന്നിട്ടുള്ള എത്രയോ പേർക്ക് അത് വലിയ ഉപകാരമായിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണോ അല്ലെങ്കിൽ ഉപയോഗിക്കണോ, ഇതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവോ എന്നുള്ള ഡൗട്ടുകളൊക്കെ ആയിട്ട് കടന്നു വന്നിട്ടുള്ള പലരും ഉണ്ടാവാം. അവർക്കൊക്കെ ഈ ഒരു റിസൾട്ട് കേൾക്കുന്ന സമയത്താണ് ഇത് ഇത്രയും അമേസിങ് റിസൾട്ട് ഉള്ള പ്രൊഡക്റ്റ് ആണ്, ഇപ്പൊ തന്നെ വാങ്ങാന്നുള്ള ഒരു തീരുമാനം എല്ലാവരും എടുത്തിട്ടുണ്ടാവും. കാരണം എന്താണ്, നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ ഒരു ആരോഗ്യം നമ്മൾ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോവാൻ നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ICUയിലേക്കും വെന്റിലേറ്ററിലേക്കും ആശുപത്രിയിലെ ബെഡിലേക്കും പോവാതിരിക്കാൻ നമ്മുടെ കൈകളിലേക്ക് കൈവന്നിട്ടുള്ള ഒരു മഹാഭാഗ്യമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഫാമിലിയിലായിക്കോട്ടെ, നമ്മൾ അറിയുന്ന ആളുകളിലേക്ക് ആയിക്കോട്ടെ, നമ്മളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ എല്ലാവരും ഉണ്ടാവും ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, അവരിലേക്കൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം. ഒരു മടിയും കൂടാതെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഭാഗ്യമുള്ള ആളുകളെ വാങ്ങിക്കുള്ളൂ, അതേ ഉള്ളൂ കേട്ടോ. അവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾക്കൊരു ഭാഗ്യം വേണം, ഒരു ദൈവത്തിന്റെ അനുഗ്രഹം വേണം. അത് കിട്ടിയിട്ടുള്ള ആളുകളാണ് ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാവരും. അതുകൊണ്ട് ഇനിയും ആരെങ്കിലും വാങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ, നമ്മൾക്ക് നാളെ എന്താണെന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ് അല്ലേ, കുഴഞ്ഞു വീണ് മരണം, അറ്റാക്ക്, സ്ട്രോക്ക്, എല്ലാം ഡേഞ്ചർ ആയിട്ടുള്ള ഓരോ അവസ്ഥകളും, ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾ, അതേപോലെ കിഡ്നിയുടെ പ്രോബ്ലംസ്, ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം കിട്ടാൻ ഒരു പരിധി വരെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് അതിന് സഹായകരമാണ്. അപ്പൊ നമ്മൾ ഒരു ദിവസത്തേക്കും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മളെ ആരോഗ്യത്തിനെ നമ്മൾ സംരക്ഷിക്കുക. ആരാണോ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി തന്നത് അവരോട് ഇന്ന് തന്നെ ആ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു തരാനും
പൈസ കൊടുക്കാനൊക്കെ നമ്മൾ തയ്യാറാവുക. നമ്മൾ എന്തിനൊക്കെ പൈസകൾ ചെലവാക്കുന്നു, ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചിന്തിച്ചു നോക്കുക. വലിയൊരു എമൗണ്ടിലേക്ക് പോവാതെ, ഒരു ഹോസ്പിറ്റലിലേക്ക് എത്താതെ നമ്മളെ ഈ ഒരു പ്രൊഡക്റ്റ് സംരക്ഷിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഉപയോഗിക്കേണ്ട ക്രമം മാത്രം നമ്മളൊന്ന് കറക്റ്റ് ആക്കുക. കറക്റ്റായിട്ട് നമ്മളൊക്കെ കൊണ്ടു തന്ന വ്യക്തി എങ്ങനെയാണോ അത് നമ്മളോട് ഉപയോഗിക്കാൻ പറഞ്ഞത്, അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് കിട്ടും. നമ്മൾ അവർക്ക് എന്നും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നന്ദി പറയുന്നവരാണ് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകളൊക്കെ. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു റിസൾട്ടിലേക്കും ഈ ഒരു റിസൾട്ട് മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടിയെടുക്കാനുള്ളതെല്ലാം നേടിയെടുക്കാനും പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ചിട്ടുള്ള എല്ലാവർക്കും, നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ള നമ്മുടെ മനോജ് സാറിനും സാഗർ ജോഷി സാറിനും, എന്നിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ്, ഇത് എന്റെ പേര് പ്രീതി എന്നാണ്, ഞാൻ തുടക്കത്തിൽ പരിചയപ്പെടുത്തിയിട്ടില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും പ്രീതിയാണ്, കോഴിക്കോടാണ് സ്ഥലം. ഞാൻ മുന്നേ ഒരു നേഴ്സായിരുന്നു. പക്ഷെ ആ ഒരു മേഖലയിൽ നിന്നും ഈ ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ടിലൂടെയാണ് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് രാപ്പകലില്ലാതെ ഓടി നടക്കുകയാണ്. ഇത് നമ്മളിലേക്ക് എത്ര ആളുകൾക്ക് എത്തിക്കാൻ പറ്റുന്നോ അതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും നന്ദി പറയാണ് ഒരിക്കൽ കൂടെ. ഇതിലേക്ക് എത്തിച്ചു തന്നത് ഷാജി സാറാണ്. ഷാജി സാറിന് എന്നും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം ഇന്നിങ്ങനെ ആരോഗ്യത്തോടു കൂടെ ഇരിക്കാനും മറ്റുള്ള ഒട്ടനവധി ആളുകളുടെ ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ട് ഒരു മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനും സാധിച്ചത് അദ്ദേഹത്തിലൂടെയാണ്. കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് ശുഭരാത്രി നേർന്നുകൊണ്ട് നല്ല ആരോഗ്യവും സമാധാനവും സന്തോഷപ്രദവുമായിട്ടുള്ള ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്. എന്നുള്ളതാണ് കാരണം ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ 10 ദിവസം പെയിനൊക്കെ കൊണ്ട് നടന്നു. പിന്നെ ഒരു ദിവസം ഇതേപോലെ അമ്മ വീണ്ടും വീഴാൻ പോയപ്പോ പിടിച്ചപ്പോ ഒന്നുകൂടെ കൈ ഒന്ന് പണി കിട്ടി. പിറ്റേത്തെ ദിവസം മുതൽ എന്റെ കൈ അനക്കാൻ പറ്റാതെയായി. തീരെ അനക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ വലത് കൈ തന്നെ കൈ ഇങ്ങനെ ഈ അമർന്നു നിൽക്കുന്ന സ്ഥിതിയിൽ എന്നല്ലാതെ ഒരു പൊടിയും ഇളക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് മാറി. അപ്പോ പിന്നെ നമ്മള് ഏറ്റവും ഡേഞ്ചറായി നിൽക്കുമ്പോൾ നമ്മള് ഡോക്ടറെ അടുത്തേക്ക് തന്നെയാണല്ലോ പോവുക. പോയി കഴിഞ്ഞപ്പോ അവിടെ എക്സ്റേ ഒക്കെ പെട്ടെന്ന് എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞാല്, എന്താ മസില് വിള്ളലോ ഞരമ്പിന് പൊട്ടോ അങ്ങനെ എന്തോ വന്നതാണ്, എല്ലിന് പൊട്ടില്ല. പക്ഷെ ഇത് അതിലും ഡേഞ്ചർ ആണ് പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് MRI സ്കാൻ ചെയ്തു വരാൻ വേണ്ടി പറഞ്ഞു. അതായത് MRI സ്കാൻ നോക്കിയെങ്കിലേ ഉള്ളൂ ഇതെന്താണ് ചെയ്യേണ്ടത് എന്ന് പറയാൻ പറ്റുക. അപ്പൊ നിങ്ങള് എന്താ പറയാ, കൈ ഫുള്ളായിട്ടുള്ള ആ ഒരു കവർ, ആ ഒരു ബാഗ് വാങ്ങി കൈ അതിലിടാൻ പറഞ്ഞു. ഇളക്കാതെ 2 ആഴ്ച ഈ ബാഗിൽ തന്നെ കൈ വെക്കണം. വേഗം MRI സ്കാൻ ചെയ്ത് വരാനാ പറഞ്ഞത്. ആ ഒരു പൊട്ട് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് വേണം ഇനി ചികിത്സ നടത്താനെന്ന്. അപ്പോ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് അറിയുന്നത്. ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ആ പൊട്ടൽ വിള്ളൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ എല്ല് പൊട്ടുന്നതിലും ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. പക്ഷേ ഞാൻ MRI സ്കാനിങ് ഒന്നും ചെയ്യാൻ പോയില്ല. നമ്മുടെ കൈ വാട്ടർ എനർജി പാഡ് ചുറ്റാൻ കൈ ഇങ്ങോട്ട് അനക്കാൻ പോലും പറ്റില്ലായിരുന്നു. അപ്പൊ പെയിൻ കില്ലറൊക്കെ തന്നു കുറച്ചൊരു ആശ്വാസം തോന്നിയപ്പോൾ ഞാൻ നമ്മുടെ വാട്ടർ എനർജി പാഡ് തന്നെ രാവും പകലും ഇല്ലാതെ കൈയുടെ മുകളിൽ ചുറ്റി വെച്ച് കൈ പതിയെ ഇളക്കാൻ തുടങ്ങി. ഇന്നിപ്പോ ഡ്രസ്സ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പൊ ഷർട്ടൊക്കെ ആയിരുന്നു എങ്ങനെയൊക്കെയോ കൈയിൻ്റെ ഉള്ളിൽ കൂടെ കുത്തിക്കൊള്ളിച്ചിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ പെയിനൊക്കെ കുറയാൻ തുടങ്ങി. വാട്ടർ എനർജി പാഡ് ഫുൾ ടൈം കയ്യിൽ തന്നെ അവിടെ വെച്ച് രാവും പകലും ഇല്ലാതെ എങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ട്, വീട്ടിൽ തന്നെ ആയതുകൊണ്ട് ഫുൾ ടൈം വാട്ടർ എനർജി പാഡ് കെട്ടിക്കൊണ്ട് രാത്രി കിടക്കുകയാണെങ്കിലും പകലാണെങ്കിലും. പക്ഷെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ പെയിൻ മാറി. ഇന്ന് എന്റെ കൈ ഏത് വിധത്തിലും ഇളക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി. അപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരിക്കൽ കൂടെ എന്താ പറയാ നമിച്ചു പോവാണ്. ഓരോ നിമിഷവും നമ്മൾ അതിനെ നമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു MRI സ്കാൻ ആണ് ഡോക്ടർ പെട്ടെന്ന് തന്നെ എടുത്തു വരാൻ പറഞ്ഞത്. അപ്പൊ MRI സ്കാനിങ്ങിന് എത്രയാവുമെന്ന് നമുക്കറിയാം. പിന്നെ അതിൽ നോക്കിയിട്ട് അവർ എന്ത് പറയുന്നു അറിയില്ല. അപ്പൊ ആ ഒരു ബാഗ് വാങ്ങി ഇതാ പറഞ്ഞിട്ടുള്ളതാണ്. അതൊന്നും ചെയ്തില്ല. നമ്മുടെ ഒരു വാട്ടർ എനർജി പാഡ്, വെള്ളം പിന്നെ സ്ഥിരമായിട്ട് കുടിക്കുന്നുണ്ട്. ആ ബെഡിലാണ് കിടക്കുന്നത്. എല്ലാം കൊണ്ടും ആ ഒരു പെയിന് മാറി കിട്ടി. അത് പുതിയതായിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് കേട്ടോ. റിസൾട്ട് പറയാൻ വെച്ചാൽ ഇന്ന് മുഴുവൻ എന്റെ റിസൾട്ട് തന്നെ പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഇനി നമ്മളെ ഈ ഒരു സൂമിൽ ഇഷ്ടം പോലെ റിസൾട്ടുകൾ പങ്കുവയ്ക്കാൻ ആളുകളുണ്ട് അല്ലെ. നമ്മളെ എക്സ്റ്റേണൽ ആയിട്ട് നമുക്കറിയാം ഇന്ന് മരുന്നുകൾ ഉപയോഗിച്ച് നമ്മൾ ബുദ്ധിമുട്ടാണ് ഏതൊരു വീട്ടിലായാലും. ആ മരുന്നുകളൊന്നും ഇല്ലാതെ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട്
നമ്മള് ദിനംപ്രതി ചെയ്യുന്ന കാര്യങ്ങൾ, വെള്ളം കുടിച്ചും കിടന്നുറങ്ങിക്കൊണ്ടും ഒരു ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനും കാരണം അതാണ്, മരുന്ന് കഴിക്കണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത. പക്ഷെ അതെന്നെ ഇപ്പൊ ഈ ഒരു സ്ഥിതിയിലേക്ക്, നല്ലൊരു ആരോഗ്യത്തിലേക്ക് മാറ്റിയെടുത്തു. അപ്പൊ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റാത്ത 2-3 ആളുകളേ ഉള്ളൂ. അപ്പൊ അതുമാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു എന്താ പറയാ, നമ്മൾക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ഭാഗ്യം എന്ന് പറയാം. ഗർഭിണികളും പേസ് മേക്കർ ഫിറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ മറ്റുള്ള എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും 6 മാസം മുതൽ മുകളിലേക്കുള്ള ഏതൊരാൾക്കും എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആരോഗ്യം സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതിലും വലിയൊരു ഭാഗ്യമുണ്ടോ? അത് ഉപയോഗിച്ചിട്ടാണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോ ഞാൻ റിസൾട്ടിലേക്ക് കടക്കുകയാണ്. എല്ലാവരും റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരണം. കാരണം നമ്മളുടെ ഒരു റിസൾട്ട് ആയിരിക്കാം മറ്റുള്ളവർക്ക് ഒരു ഉപകാരമാവുക. അവര് കേൾക്കുന്ന സമയത്ത് ഇന്ന പ്രോബ്ലത്തിന്, ഈ ഒരു അസുഖത്തിനും ഇത് ഉപയോഗിച്ച് മാറുമോ, മരുന്നല്ല നമ്മളുടെ ഒരിക്കൽ കൂടെ പ്രതിരോധമാണ്, വരാതിരിക്കാനാണ്. പക്ഷെ നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കറക്റ്റ് ആവുന്നത് കൊണ്ടാണ് നമ്മളിൽ നിന്നും അസുഖം വിട്ടുപോകുന്നത്. ബ്ലഡ് സർക്കുലേഷനും ഓക്സിജൻ ലെവലും കറക്റ്റ് ആയിട്ടുള്ള വെള്ളവും ഉറക്കവും സെല്ലുകൾ ആക്റ്റീവ് ആവുക എല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് കിട്ടിയിട്ടുള്ള നമ്മളുടെ റിസൾട്ട് മറ്റുള്ളവർക്കും നല്ലൊരു ഉപകാരമാവും. അതുകൊണ്ട് എല്ലാവരും ആ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വരണം. നമ്മുടെ പേരും എല്ലാവരും ശ്രദ്ധിക്കുക, പേരും സ്ഥലവും, നമ്മൾക്ക് ആരാണോ ഈ ഒരു പ്രൊഡക്റ്റ് എത്തിച്ചു തന്നത് അവരെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായിരുന്നു പ്രോബ്ലം, എന്തൊക്കെയായിരുന്നു അസുഖങ്ങള്, നമ്മൾ എന്തൊക്കെ ചികിത്സകൾ ചെയ്തു, നമ്മൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ എന്തൊക്കെ റിസൾട്ടുകൾ കിട്ടി എന്നുള്ളത് സത്യമായിട്ട് നല്ല രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ പറയാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് റിസൾട്ട് പങ്കുവയ്ക്കാൻ വേണ്ടി. ഓരോ ആളുകളായിട്ട് കടന്നു വരിക. മൈക്ക് പറയുന്ന ആള് മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യരുത്, ഡിസ്റ്റർബ് ആവരുത്. ഓക്കെ, എല്ലാവരും കടന്നു വന്നോളൂ. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ക്യാമറ ഓൺ ആക്കുന്നില്ല, ചെറിയൊരു ഡിസ്റ്റർബ് ആവുന്ന രീതിയിലായതുകൊണ്ടാണ്. എൻ്റെ പേര് അമ്പിളി എന്നാണ്, മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലാണ് വീട്. ഞാൻ എൻ്റെ റിസൾട്ട് ഒരുപാട് തവണ പറഞ്ഞതാണ്, എങ്കിലും ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ പുതിയ വ്യക്തികൾ ഉണ്ടാവാം, അവർക്കും കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാനൊരു 7 വർഷത്തോളം കാലം എൻ്റെ ബ്ലഡ് സർക്കുലേഷൻ്റെ അഭാവം എന്ന് പറയാം, ഒരുപാട് ഡോക്ടേഴ്സൊക്കെ കാണിച്ചതാണ്. 2 കൈയിലും തരിപ്പ് വന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് അന്നല്ലാതെ വേറൊരു പോംവഴി ഇല്ലായിരുന്നു. അത് കഴിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും, നമുക്ക് വേദന സംഹാരിയാണല്ലോ അവർ തരുന്നത്. പക്ഷെ ഒരുപാട് ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും അവർ പറഞ്ഞത് സർജറിയാണ് എന്നോട് പറഞ്ഞത്. സർജറി അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴും അവിടെ അവരതന്നെ പറഞ്ഞത്. എന്ത് തന്നെ ആയാലും സർജറി അവര് ഒരു 100% ഉറപ്പ് പറഞ്ഞാലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു 80% പോലെ അവർ ഉറപ്പ് പറയുന്നില്ല മാറി കിട്ടുന്ന. ഞാൻ വീണ്ടും വീണ്ടും അവരോട് ചോദിച്ചു ഇത് മാറി കിട്ടുമെന്ന്. വലിയ വലിയ ഡോക്ടേഴ്സ് നമ്മളോട് ഉറപ്പ് പറയുന്നില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ പോകണമെങ്കിൽ നമ്മളെ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കണം, സാക്ഷ്യപത്രം കൊടുക്കണം അവർക്ക്. ഈ ഒരു സർജറിയിലൂടെ എന്ത് സംഭവിച്ചാലും യാതൊരു പരാതി ഇല്ല എന്ന് പറഞ്ഞ്. ഞാൻ ഒരുപാട് വ്യക്തികളോട് അന്വേഷിച്ചു, ഇങ്ങനെ സർജറി ചെയ്ത വ്യക്തികൾ മാറ്റുണ്ടോന്ന്. ഒരു 90% വ്യക്തികൾക്കും ചെയ്ത വ്യക്തികൾക്ക് വീണ്ടും വന്ന സ്റ്റേജാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. എന്ത് തന്നെ ആയാലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് എത്തിച്ചത് നമ്മുടെ രാമനാട്ടുകര സ്വദേശിയായ ഷാജി സാറും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പ്രസന്റേഷൻ ചെയ്യുന്ന പ്രീതി മാഡും മഞ്ജു മാഡം ആയിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് തന്നത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ മാഗ്ന ഈ ഒരു പ്രോഡക്റ്റിൽ കിടന്നാൽ എങ്ങനെയാ ഓപ്പറേഷൻ പറഞ്ഞ കേസ് എങ്ങനെ മാറുക എന്നുള്ളൊരു ചിന്തിച്ചു. എന്ത് തന്നെ ആയാലും അവർ എനിക്കൊരു വാക്ക് തന്നിരുന്നു, കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുടുംബശ്രീന്ന് ലോൺ എടുത്താ വാങ്ങിയത്. നമുക്കറിയാം ഇന്ന് പെട്ടെന്ന് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ ആരെടുത്ത് ക്യാഷ് ഉണ്ടാവില്ല. കുടുംബശ്രീ എന്നൊരു സംരംഭം ഉള്ളത് കൊണ്ട് അതിൽ നിന്നൊരു അന്ന് 12,000 സംതിങ് ആയിരുന്നു ഒരു പ്രോഡക്റ്റിന്. ഇപ്പൊ അതിന്റെ വാല്യൂ എത്രത്തോളം എന്ന് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. എന്തായാലും ആ പ്രോഡക്റ്റ് വാങ്ങി. ഭർത്താവ് കുറെ കളിയാക്കി, ഹോസ്പിറ്റലൊക്കെ പൂട്ടി പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഓപ്പറേഷൻ ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റില്ലോ എന്നുള്ളതിൽ ഞാൻ വാങ്ങി.
കൃത്യമായിട്ട് ഉപയോഗിക്കൽ തുടങ്ങി. പറഞ്ഞ രീതിയിൽ തന്നെ നമ്മുടെ ലീഡേഴ്സ് അവര് പറഞ്ഞിരുന്നു. അവര് പ്രീതി മാഡത്തിനെ കുറിച്ച് പറയേണ്ട ഒരു ചെസ്റ്റ് ഹോസ്പിറ്റലിൽ നേഴ്സും കൂടി ആയതുകൊണ്ട് മരുന്നിന്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് മാഡത്തിന് അറിയാം. ഞാൻ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കിട്ടിയ റിസൾട്ട്, എനിക്ക് ഫസ്റ്റ് കിട്ടിയത് ഷുഗറിന്റെ സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. അത് 1.5 മാസം കൊണ്ട് എനിക്ക് നോർമലായി കിട്ടി. ആദ്യം അതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത്. അതിന് ശേഷം എനിക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഈ ഒരു തരിപ്പ് കയ്യിന് രണ്ടിനും ഉള്ള ഒരു പ്രോബ്ലം ആയിരുന്നു. രാത്രി ഉറങ്ങാൻ കഴിയില്ല. പല രാത്രികളും കരഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. തലയണിന്റെ ഉള്ളിലൊക്കെ കൈയിട്ടിട്ട് അമർത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റേജ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിലൂടെ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോഴേ ദൈവത്തിനോടും നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി സാറിനോടും എൻ്റെ ലീഡേഴ്സിനോടും ഞാൻ നന്ദി പറയാണ്. കാരണം നമ്മുടെ അസുഖത്തിൽ നിന്ന് മുക്തം നേടുക എന്ന് പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന്, എൻ്റെ അടുത്തിൽ നിന്ന് ഒരു രൂപയുടെ ഇംഗ്ലീഷ് മരുന്ന് പോലും ഞാൻ ഇന്ന് കഴിക്കുന്നില്ല എന്നാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു പ്രോഗ്രാമിലൂടെ അറിയിക്കുന്നത്. എല്ലാവരും ഈ പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുക. ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ മാറ്റങ്ങൾ ഞാൻ ഒരുപാട് വ്യക്തികൾക്ക് പ്രോഡക്റ്റ് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ഈ ഒരു ദൈവം കയ്യൊപ്പ് വെച്ച പ്രോഡക്റ്റ് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ദൈവം കയ്യൊപ്പ് വെച്ച പ്രോഡക്റ്റ് തന്നെയാണ്. എനിക്കൊരു ഹെൽത്ത് കിട്ടി. ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിലൂടെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. എന്തായാലും ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് ഈ നിങ്ങളിലൂടെ റിസൾട്ട് പങ്കുവെക്കാൻ സാധിച്ചതിന് വളരെ സന്തോഷം.